Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 42 43 ആയിരുന്നു പഠിച്ചിരുന്നത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. According to section 42 subsection 1, how may the government participate in a society? Answer: by subscribing directly to the share capital. സെക്ഷൻ 42 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു ഗവൺമെൻറ് സൊസൈറ്റിയുടെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? അത് ഷെയർ ക്യാപിറ്റൽ ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഗവൺമെൻറ് സൊസൈറ്റിയുടെ ഷെയർ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്ത് അങ്ങനെയാണ് സൊസൈറ്റിയിൽ ഗവൺമെൻറ് ഭാഗമാകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. Section 42 subsection 1 applies to societies with answer limited liability. സെക്ഷൻ 42 പ്രകാരം എങ്ങനെയുള്ള സൊസൈറ്റികളിൽ ആണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അത് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റികളിൽ നിന്നാണ് ഗവൺമെൻറ് ഷെയർ എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 42 subsection 2, the government shall not be entitled to receive dividends at a rate higher than. Answer: the rate payable to other shareholders. സെക്ഷൻ 42 പ്രകാരം ഗവൺമെൻറ്റിന് എത്രത്തോളം ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം ഡിവിഡൻഡ് ലാഭവിഹിതം കിട്ടാനുള്ള അർഹതയില്ല എന്നുള്ളതാണ്. അത് ഇതിനേക്കാൾ കൂടുതൽ, അതായത് ദ റേറ്റ് പേയബിൾ ടു അതർ ഷെയർ ഹോൾഡേഴ്സ്, മറ്റു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭവിഹിതം ലഭിക്കാനുള്ള അർഹത ഗവൺമെൻറ്റിന് ഇല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ആണെന്ന് കരുതി മറ്റു ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ കൂടുതൽ ലാഭവിഹിതമൊന്നും ലഭിക്കില്ല. കറക്റ്റ് മറ്റു ഷെയർ ഹോൾഡേഴ്സിന് എന്താണോ കൊടുക്കുന്നത് അതിന് തുല്യമായിട്ടുള്ളത് തന്നെയായിരിക്കും ഗവൺമെൻറ്റിനും ലഭിക്കുന്നത്. Next, question number 4. Which section deals with the direct partnership of government in societies? Answer: section 42. സൊസൈറ്റിയിൽ ഗവൺമെൻറ്റിനുള്ള ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 42. സെക്ഷൻ 42 ഗവൺമെൻറ് സൊസൈറ്റിയിൽ നിന്നും ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് എടുത്ത് ഷെയർ പർച്ചേസ് ചെയ്യുന്ന അതിനെക്കുറിച്ച് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. സെക്ഷൻ 42 subsection 2 ensures equality between answer government and other shareholders. സെക്ഷൻ 42 ആർക്ക് തമ്മിലുള്ള തുല്യതയെക്കുറിച്ചാണ് പറയുന്നത്? അത് ഗവൺമെൻറ്റും മറ്റു ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള തുല്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് ആണെന്ന് കരുതി പ്രത്യേക പ്രിഫറൻസ് ഒന്നുമില്ല, മറ്റു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ലാഭവിഹിതം മാത്രമായിരിക്കും ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. അത് പറയുന്ന സെക്ഷൻ 42 അത് എൻഷുർ ചെയ്യുന്നത് മറ്റു ഷെയർ ഹോൾഡേഴ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള ഇക്വാലിറ്റി, തുല്യതയാണ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 43, the government may provide money to a society for answer purchase of shares in other societies. സെക്ഷൻ 43 പ്രകാരം ഗവൺമെൻറ് സൊസൈറ്റികൾക്ക് പണം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് അതർ സൊസൈറ്റിയിൽ നിന്നും ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മറ്റു സൊസൈറ്റികളിൽ നിന്നും ഷെയർ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സെക്ഷൻ 43 പ്രകാരം സൊസൈറ്റിക്ക് പണം പ്രൊവൈഡ് ചെയ്യുന്നത്, കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷെയർസ് മെൻഷൻഡ് ഇൻ സെക്ഷൻ 43 ആർ ഇൻ സൊസൈറ്റീസ് വിത്ത് ആൻസർ ലിമിറ്റഡ് ലയബിലിറ്റി. ഇനി സെക്ഷൻ 43 പ്രകാരം പറയുന്ന സൊസൈറ്റികളുടെ ഷെയർസ് എങ്ങനെയുള്ളതായിരിക്കും? അതും ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളായിരിക്കും. ഇപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഓർത്തിരിക്കണം, ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റിയിൽ നിന്നാണ് ഗവൺമെൻറ്റും ഷെയർസ് പർച്ചേസ് ചെയ്യുള്ളൂ.
അതർ സൊസൈറ്റിക്ക് കയ്യിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്യാൻ സൊസൈറ്റിക്ക് പൈസ കൊടുക്കുന്നതും ലിമിറ്റഡ് ലയബിലിറ്റി പ്രകാരമുള്ള സൊസൈറ്റിയിൽ നിന്ന് മാത്രമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്? ആൻസർ സെക്ഷൻ 43. ഈ ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റികളിൽ നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ, അത് സെക്ഷൻ 43 ഇനി നമുക്ക് സെക്ഷൻ 44 പഠിക്കാം. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 44 subsection 1. An apex society which is provided with monies by the government under section 43 shall with such monies establish a fund to be called the principal state partnership fund. സെക്ഷൻ 44 അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്? നമ്മൾ സെക്ഷൻ 43 പഠിച്ചു. ഗവൺമെൻറ് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് സൊസൈറ്റികളിൽ എടുക്കും. അതായത് മറ്റ് സൊസൈറ്റികളിൽ നിന്നും ഷെയർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സൊസൈറ്റികൾക്ക് പണം കൊടുക്കും. അതാണ് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇവിടെ 44(1) പറയുന്നത് ഒരു അപ്പെക്സ് സൊസൈറ്റിക്ക്, അതായത് ഏറ്റവും മുകളിലുള്ള കേരള ബാങ്ക് പോലെയുള്ള അപ്പെക്സ് സൊസൈറ്റികൾക്ക് ഗവൺമെൻറ് മണി പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? സെക്ഷൻ 43 പ്രകാരം മറ്റ് സൊസൈറ്റികളിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഈ അപ്പെക്സ് സൊസൈറ്റികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഈ ഫണ്ടിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഇനി സെക്ഷൻ 44 subsection 2. An apex society shall utilize the principal state partnership fund for the purpose of. സെക്ഷൻ 44 subsection 2 ഈ അപ്പെക്സ് സൊസൈറ്റികൾക്ക് കിട്ടുന്ന ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 44 subsection 2. എ. ഡയറക്റ്റ്ലി പർച്ചേസിംഗ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓർ പ്രൊവൈഡിംഗ് മണീസ് ടു എ സെൻട്രൽ സൊസൈറ്റി to enable that society to purchase shares in other societies with a limited liability. Hereinafter in this chapter referred to as primary societies. Or making payments to the government in accordance with the provisions of this chapter and for no other purposes. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ, അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള മറ്റ് സൊസൈറ്റികളിൽ നിന്നും നേരിട്ട് ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ മണി ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സെൻട്രൽ സൊസൈറ്റിക്ക്. സെൻട്രൽ സൊസൈറ്റി ഈ മണി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സൊസൈറ്റികളിൽ നിന്ന്, അതായത് മറ്റ് സൊസൈറ്റികൾ എന്ന് ഇവിടെ പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റീസ് ഉള്ള മറ്റ് പ്രൈമറി സൊസൈറ്റികളിൽ നിന്നും ഷെയർസ് എടുക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ സൊസൈറ്റിക്ക് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും മണി കൊടുക്കും. പിന്നീട് ഗവൺമെൻറ്റിലോട്ട് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മേക്കിംഗ് പേയ്മെൻറ്റ്സ് ടു ദി ഗവൺമെൻറ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് ഫോർ നോ അതർ പർപ്പസസ്. മറ്റ് ഇതിൽ പറയാത്ത വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല. ഈ ഗവൺമെൻറ്റിലോട്ട് തിരിച്ച് എമൗണ്ട് കൊടുക്കണമെങ്കിൽ അതിനും ഉപയോഗിക്കും ഈ ഫണ്ട്. അല്ലാതെ മറ്റുള്ള യാതൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, അതായത് സെക്ഷൻ 44 പ്രകാരമുള്ള പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 44 subsection 1 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫണ്ട്. An apex society receiving
money from the government under Section 43 must establish a fund. This fund is called the Principal State Partnership Fund. Section 44, subsection 2, utilization of fund. The Apex Society shall use the Principal State Partnership Fund for direct purchase of shares in other societies with limited liability, providing money to a central society so it can purchase shares in other societies with limited liability called primary societies, making payments to the government as per the provisions. No other purpose is allowed beyond the above uses. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. ഹു ഗവ് ദ കോൾ ഫോർ എവർഗ്രീൻ റെവല്യൂഷൻ? ആൻസർ MS സ്വാമിനാഥൻ. നെക്സ്റ്റ്, മീനിങ് ഓഫ് ബെനവലൻറ്റ്? ആൻസർ ജനറസ്, ഉദാരമതിയായ. നെക്സ്റ്റ്, ഇഫ് ബിലീഫ് ഈസ് കോഡഡ് ആസ് AFKKDI, വിച്ച് വേർഡ് കുഡ് ബി കോഡഡ് ആസ് സെൽഡം? ആൻസർ ഈസ് RFKFNP. ഇങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇവിടെ ബിലീഫിന് നമ്മൾ കറക്റ്റായിട്ട് എഴുതി. അപ്പോൾ അതിൽ ഇവിടെ കൊടുത്തേക്കുന്ന കോഡായിട്ടുള്ള ലെറ്റേഴ്സ് എങ്ങനെ വന്നു നോക്കാം. ബിയുടെ അണ്ടറിൽ വരുന്ന A, അത് ബിക്ക് തൊട്ട് മുന്നേ ഉള്ള ലെറ്ററായി A ആണ്. അതുപോലെ ഇപ്പുറത്ത് സെൽഡത്തിൻ്റെ എസ്സിന് തൊട്ട് മുന്നേ ഉള്ള ലെറ്ററാണ് R. അതുപോലെ ഇയുടെ തൊട്ട് മുന്നിലുള്ള ലെറ്റർ E കഴിഞ്ഞിട്ടുള്ളതാണ് F. അപ്പോൾ ഇവിടെ അടുത്തതിലും E തന്നെയാണ് സെൽഡത്തിൻ്റെ. E കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്ററായ F. നെക്സ്റ്റ് L കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെറ്ററായ K ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയും L കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെറ്ററായ K കൊടുത്തേക്കുന്നു. ഇനി അടുത്ത ലെറ്ററായ I കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ലെറ്ററാണ് K, IJK. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡിയുടെ സെൽഡത്തിൻ്റെ ഡിയിൽ EF ഒരു ലെറ്ററായ E കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ F ആണ് കൊടുത്തേക്കുന്നത്. അടുത്തതോ ഇയുടെ തൊട്ട് ബാക്കിലുള്ള ലെറ്ററായ D ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെൽഡത്തിൻ്റെ ഒയുടെ തൊട്ട് പുറകിലുള്ള ലെറ്ററായ N കൊടുത്തിരിക്കുന്നു. നെക്സ്റ്റ് എഫിൻ്റെ അണ്ടറിൽ I ആണ് വന്നിരിക്കുന്നത്. FGHI മൂന്നാമത്തെ ലെറ്ററാണ് വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ സെൽഡത്തിൻ്റെ M കഴിഞ്ഞിട്ട് NOP മൂന്നാമത്തെ ലെറ്ററായ P വന്നിരിക്കുന്നു. അപ്പോൾ അതൊന്ന് നോക്കുക എല്ലാവരും. Now your turn to answer. Question number 1. Bande Mataram was a series of articles published by. Next, meaning of impediment. Next, if A is equal to 2, R is equal to 4, S is equal to 8, O is equal to 3 and E is equal to 5, then which is the largest of the following? Leave your answer in the comment box and stay tuned for the next episode. Thank you. എനിക്ക് എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അല്പം തിരക്കിലും എനിക്ക് ഇത്തിരി ഒരു പനിയുടെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ്. ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ റെഗുലറായിട്ട് ഇട്ടോളാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. താങ്ക് യു.